അന്നത്തെ റോമൻ ചക്രവർത്തി തിളച്ച എണ്ണയിലിട്ടു. അപ്പോഴും യേശു ഒരു കാര്യം ഓർത്തു, ഇവൻ എൻ്റെ കൂടെ നിന്നവനാ, ഇവൻ എൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നവനാ. ഈ എണ്ണയ്ക്കകത്ത് ഞാൻ അവന് വേണ്ടി ഇറങ്ങി വന്നില്ലെങ്കിൽ ആരിറങ്ങി വരും? My Savior God, to Thee, and how great Thou art, how great Thou art. Then sings my soul, my Savior God, to Thee, and how great Thou art, how great Thou art. Man, He is great. Hallelujah, hallelujah. Sings my soul, my Savior God, to Thee. Lift your voices, because He is great and wonderful. Hallelujah. Yes, Lord, our soul sings to You, Lord. How great Thou art. Then sings my soul, my Savior God, to Thee, and how great Thou art, how great Thou art. When Christ shall come, when Christ shall come, amen, with shout of acclamation, and take me home, what joy shall fill my heart. And then I'll bow, and in humble adoration, and there proclaim, my God, how great Thou art. Then sings my soul, my Savior God, to Thee, amen, Lord. And how great Thou art, Lord Jesus, how great Thou art. Then sings my soul, my Savior God, to Thee, how great Thou art, amen, how great Thou art. ഇന്ന് പകലിൽ ഞാൻ ദൈവവചനത്തിലേക്ക് കയറുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ ആ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ അവൻ ദൈവരൂപത്തിലിരിക്കെ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ആ ദാസരൂപമെടുത്തു. ആ മനുഷ്യ സാദൃശ്യത്തിലായി ഉം. തന്നെത്താൻ ഒഴിച്ചു. ആ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഉം. തന്നെത്താൻ താഴ്ത്തി ഉം. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം, ക്രിസ്തുയേശുവിലുള്ള ഭാവം, ദ സെയിം മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്ന് പറഞ്ഞാൽ, ആമേൻ. അപ്പോൾ ആ ഭാവത്തിനകത്ത്
ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ക്രിസ്തുവേശുള്ള ഭാവത്തിലുണ്ട്. ഫിലിപ്പ് ലേഖനത്തിൻ്റെ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട് താഴ്മ ധരിച്ച യേശുവിനെക്കുറിച്ച്, മനുഷ്യ സ്വരൂപത്തിലായ യേശുവിനെക്കുറിച്ച്, വേഷം ഒഴിഞ്ഞു വെച്ചു, സ്വർഗത്തിലെ സകല മഹിമകളും വേണ്ടെന്ന് വെച്ച യേശുവിനെക്കുറിച്ച്. ഈ ഭാവങ്ങളൊക്കെ യേശുവിൻ്റെ ഭാവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകിയിരിക്കട്ടെ എന്നാണ് പൗലോസ് ആശിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കട്ടെ. എന്നാൽ ഞാൻ അതിൽ നിന്നൊന്നുമല്ല പറയാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഭാവത്തിനകത്തുള്ള, യേശുക്രിസ്തുവിൻ്റെ മൈൻഡിനകത്തുള്ള മറ്റൊരു കാര്യമാണ് ദ മിഷൻ. യേശുക്രിസ്തുവിൻ്റെ മിഷൻ for which he came down onto this earth. When Jesus came down onto this earth, he came not for a visitation to see how are you doing. ആണോ? അതിനാന്ന് വന്നേ? അല്ല, യേശു ഇവിടെ കടന്നു വന്നത് എന്തിനാണ്? ഒരു വലിയ മിഷൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ യേശു ഇവിടെ കടന്നു വന്ന് മിഷൻ അക്കംപ്ലിഷ് ചെയ്തു. യേശു ഇവിടുന്ന് എന്ത് ചെയ്തു? മാനുഷികമായി മടങ്ങിപ്പോയി, അല്ലേ? Now the presence in a physical form of Jesus Christ is not here. ഉണ്ടോ? ഇല്ല. യേശുവിൻ്റെ അങ്ങനെയുള്ള ഒരു പ്രസൻസ് ഇവിടെ ഇല്ല. അദൃശ്യമായി ആത്മാവിലുള്ള സാന്നിധ്യം മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലേ? Praise the Lord. But when he left here, he has chosen you. When he is not here, he has chosen you and he has added you in his kingdom so that you are the person who will be representing the kingdom of God here. You are the person who will be continuing the same mission of Jesus Christ on this earth. So when we say, let us also have the same mind of Jesus Christ, let us think about the mission that God, Jesus Christ, has started and still he is accomplishing through you and me. എന്നിലൂടെയും നിങ്ങളിലൂടെയും യേശുക്രിസ്തു ഇന്നും അക്കംപ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മിഷൻ്റെ ഭാവം, ആ മിഷനെക്കുറിച്ചുള്ള അറിവ്, ആ മിഷനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വന്നു ആരാധിച്ചു മടങ്ങിപ്പോകുന്നു, വലിയ നല്ല കാര്യമാണ്. നമ്മൾ വന്നു കൂട്ടായ്മ ആചരിക്കുന്നു, വലിയ നല്ല കാര്യമാണ്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു, വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഓൾ ദീസ് ഡു തിങ്സ് യു ആർ ഡൂയിങ്, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമുണ്ട്, എന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന ഒരു മിഷനുണ്ട്. That mission is the same mission of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ അതേ മിഷന് വേണ്ടിയിട്ടാണ് എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടായിത്തീരണം. അങ്ങനെയുണ്ടെങ്കിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമുക്കൊരു ബോധ്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് എന്തും ദൈവനാമ മഹത്വത്തിന് വേണ്ടി. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കണം. Whatever you are doing, you are contributing into that mission. You are playing drum, you are contributing to the mission. Someone is singing, you are contributing into the mission. Praise the Lord. Hallelujah. ഒരു നല്ല സാക്ഷ്യം പറഞ്ഞു, you are contributing to that mission. Hallelujah. നമ്മൾ പറയുന്നതെല്ലാം, നമ്മൾ ചെയ്യുന്നതെല്ലാം, it's a contribution we are doing, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നതും it is a contribution, your contribution for that mission. Praise the Lord. അങ്ങനെയാണെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെ നമ്മൾ പറയുന്നതും എന്താണ്? നമ്മൾ ചിന്തിക്കുന്നതും എന്താണ്? നമ്മൾ ഫോണിലൂടെ പറയുന്നതും എന്താണ്? നമ്മൾ ഒരാളെ കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയുന്നതും എന്തായിരിക്കും? അതെല്ലാം കോൺട്രിബ്യൂഷൻ നടക്കുകയാണ്. എങ്ങോട്ട്? ഈ മിഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. Praise the Lord. Hallelujah. ഹല്ലേലൂയ. ഞാൻ പറയാം, ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യം വേറെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് റോങ് ഒരു കോൺട്രിബ്യൂഷനാണ് നടക്കുന്നത്. ആ വ്യക്തി നാളെ എൻ്റെ ഭാര്യയെ കാണുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഈ പുള്ളിക്കാരിയുടെ ഭർത്താവല്ലേ ഇന്നലെ ഇത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഉള്ളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ്? എൻ്റെ ഫാമിലി ഒരു വല്ലാത്ത ഫാമിലിയായി തീരുകയാണ്. സോ ഐ എം കോൺട്രിബ്യൂട്ടിങ് ഇൻ എ വേ ഫോർ എ ബാഡ് റിമാർക്ക്, അല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ബോധ്യമുണ്ടാകണം, വി ആർ ദ കോൺട്രിബ്യൂട്ടേഴ്സ്. We are the partakers of the same mission of Jesus Christ. Whatever we do, whatever we say, everything is contribution to the kingdom of God. Praise God. Hallelujah.
നമുക്കറിയാം യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്നതായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് വ്യാഴാഴ്ച ദിവസം നമ്മൾ പെസഹ വ്യാഴമെന്ന് വിളിക്കുന്ന ദിവസത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങളുമായിട്ട് ആ പെസഹ ആചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി അതിനകത്ത് കയറി വന്നിരിപ്പുണ്ട്. തൻ്റെ കൂടെ നടക്കുന്ന 3.5 വർഷം കൂടെ നടന്ന ഒരു അരുമ ശിഷ്യനായിരുന്ന യൂദ കയറി വന്നിരിക്കുകയാണ്. അവൻ്റെ പോക്കറ്റിൽ 30 വെള്ളിക്കാശുണ്ട്. അവൻ യേശുക്രിസ്തുവിനെ വിറ്റ കാശും കൊണ്ടാണ് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മിഷനെ തകർക്കുക എന്നുള്ളതാണ് അവൻ്റെ കോൺട്രിബ്യൂഷൻ. യേശുക്രിസ്തുവിന് എത്രമാത്രം സഫറിങ് കൊടുക്കാമോ അതാണ് അവൻ്റെ കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷനുമായിട്ട് അവൻ കടന്നു വന്നിരിക്കുമ്പോഴും ഹല്ലേലൂയ, അത് മനസ്സിലാക്കിയ കർത്താവ് അവനെ കൊണ്ട് സ്നേഹിത എന്ന് വിളിക്കുന്നു. അവനെ സ്നേഹിത എന്ന് വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി ആമേൻ പാത്രം നീട്ടിക്കൊടുക്കുകയാണ്. നിന്റെ കയ്യിലിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഈ പാത്രത്തിലേക്ക് മുക്കി ഭക്ഷിക്കുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ മഹാപുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചട്ടം കെട്ടി 30 വെള്ളിക്കാശ് വാങ്ങിച്ച് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ അവൻ ആ വ്യാഴാഴ്ച രാത്രിയിൽ ആ തോട്ടത്തിനകത്ത് ചുംബനം കൊണ്ട് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ വിചാരിച്ചു യേശു ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ ഇതെല്ലാം അറിയാവുന്ന യേശു, സ്നേഹിത നീ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുകയാണ്. അവനോടൊരു വാക്കും മറുത്തു പറയാതെ, അവനോടൊരു വാക്കും അവനെ വിഷമിപ്പിക്കാതെ, അവനോടൊരു വാക്കും വെറുത്തു പറയാതെ അവനെ പിന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹിത എന്ന് വിളിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിന് അപ്പുറത്തൊരു കാര്യം നുള്ളുന്നു കേട്ടോ. അപ്പുറത്തൊരു കാര്യം നുള്ളുന്നു. ഈ 30 വെള്ളിക്കാശും വാങ്ങിച്ചുകൊണ്ട് യേശുവിനെ ഇവൻ തള്ളിപ്പറഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ മിഷൻ എതിരായിട്ട് ഇവൻ ചെയ്തിട്ട് അവൻ പോയ പോക്കിൽ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ വെള്ളിക്കാശ് എറിഞ്ഞു കളഞ്ഞിട്ട് അവൻ പോയി ഭാരത്തോടുകൂടെ കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? യേശുക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾക്ക് ഹൃദയത്തിനകത്ത് വീണ്ടും ആഴം കൊടുത്തിട്ടും യേശു അവനോടൊന്നും പറഞ്ഞില്ല. യേശു അവനോടൊന്നും മറുത്തു പറഞ്ഞില്ല. അവനെ അടിക്കുവാനോ അവനെ ഫൽസിക്കുവാനോ അവനെ ശാസിക്കാനോ അവൻ്റെ മേലൊരു ശിക്ഷ നടത്തുവാനോ യേശുവിന് കഴിയാഞ്ഞിട്ടല്ല. അവനതെല്ലാം വേദനയോടെ സഹിച്ചപ്പോൾ അവൻ യേശു സഹിച്ച വേദനകൾ മറ്റവന് ശാപമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാൽ ഞാനൊരു കാര്യം പറയാം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മിഷന് വേണ്ടി ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ എൻ്റെ ഒരു വാക്കുകൊണ്ടോ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ അതിനെതിരായിട്ടൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ അവൻ കർത്താവിൻ്റെ ഹൃദയം വിഷമിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ ഹൃദയം ഭാരപ്പെട്ടാൽ ഹല്ലേലൂയ, അത് നമുക്ക് ഭാരമായി തീരരുത്, അത് നമുക്ക് വേദനയായി തീരരുത്. ആമേൻ. ദൈവത്തിൻ്റെതായ ഹൃദയത്തെ വേദനിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആനന്ദം പകരുന്ന, അവനെ ആരാധിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവൻ്റെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായി തീരുവാൻ ഇന്ന് പൽക്കാലം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും യേശുവിനെ വിട്ട് കടന്നുപോയി. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ കടന്നു വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പത്രോസ് ഉൾപ്പെടെ എല്ലാവരും ഓടിപ്പോയി. എന്നാൽ ഒരു ശിഷ്യൻ യേശുവിനോട് ചേർന്ന് നടന്നു. യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യൻ യേശുവിനെ വിസ്തരിക്കുന്നതും യേശുവിനെ ക്രൂശിക്കുന്നതും അവനെ അടിക്കുന്നതും കൈലാണി അടിച്ച് കയറ്റുന്നതും തലയിൽ മുൾക്കിരീടം വെക്കുന്നതും വിലാപ്പുറത്ത് കുത്തുന്നതും ഹല്ലേലൂയ ചോര ഒഴുകുന്നതും പരിഹസിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ട് ഒരു ശിഷ്യൻ, ആരുമില്ലാത്തടത്തും യേശുവിനോട് ചേർന്ന് നിന്ന ഒരു ശിഷ്യനുണ്ട്. യേശു കർത്താവിനോട് ചേർന്നാണോ നാം നിൽക്കുന്നത്? അവൻ്റെ ഭാവമായിരിക്കുന്ന അവൻ്റെ മിഷനോട് ചേർന്നാണോ നാം നിൽക്കുന്നത്? ഇഫ് യു ആർ സ്റ്റാൻഡിങ് വിത്ത് ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, stay there even if you are all by yourself. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കാണെങ്കിലും, എല്ലാ ശിഷ്യന്മാരും വിട്ടുപോയാലും, എല്ലാവരും ഓടിപ്പോയാലും, you stay at the cross. You stay at the feet of the cross. Hallelujah. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അപ്പുറത്ത് നോക്കുമ്പോൾ കൂർത്ത കുന്തം പിടിച്ചുകൊണ്ട് പടയാളി നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഹല്ലേലൂയ ചുറ്റികയും ആണിയും പിടിച്ചുകൊണ്ട് പടയാളി നിൽക്കുന്നുണ്ട്. അടുത്ത ആണി നിന്റെ കയ്യിലാണോ എന്നുള്ള ഭാരം ചിലപ്പോൾ നിനക്ക് വന്നേക്കാം. എന്നാൽ you stay at the feet of the cross. You may be all by yourself.
There may not be much people, many people. Everyone has run away. Hallelujah. എല്ലാവരും ഓടിപ്പോയിരിക്കാം. നീ ഒറ്റയ്ക്കായിരിക്കാം. എന്നാൽ നീ ഒറ്റയ്ക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന, യേശുവിൻ്റെ മിഷനെ മനസ്സിലാക്കി, യേശുവിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി, ആ വലിയ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ആ റെസ്പോൺസിബിലിറ്റിയെ മനസ്സിലാക്കി, യോഹന്നാനെ നീ അവനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിന്നെ ചില ഉത്തരവാദിത്തങ്ങൾ യേശു ഏൽപ്പിക്കുവാനിടയാകും. ഒന്ന് മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ശ്വാസം പോകുന്നതിൻ്റെ അന്തിമ നിമിഷം വരെ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് നിന്ന, അവൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടായ്മ ആചരിച്ചു കൊണ്ട് നിന്ന ആ യോഹന്നാനെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. ആരെ നോക്കിക്കൊണ്ട് പറഞ്ഞേ? തനിക്ക് ജന്മം നൽകിയ ആ മാതാവ് അവിടെ നിൽക്കുന്നുണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ. ആ മാതാവിനെ അനാഥയായി വിടാൻ യേശു അനുവദിക്കത്തില്ല. ആ മാതാവിനെ നോക്കിക്കൊണ്ട്, യോഹന്നാനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. ആ അമ്മയോട് പറയുകയാണ്, ഹല്ലേലൂയ, ഇതാ നിൻ്റെ മകൻ. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവന് ഉത്തരവാദിത്തം ലഭിക്കും. ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവൻ, you will receive a mission from the Lord. You will receive a responsibility from the Lord. Hallelujah. You can accomplish things for the Lord. Hallelujah. എന്നാൽ വിട്ടോടി പോകുന്നവന് അവനെ കൊണ്ട് ദൈവത്തിന് ഉപയോഗമില്ല. അവനെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. You stay at the feet of cross. ഹല്ലേലൂയ. അവിടെ ആരുണ്ടെന്ന് നോക്കണ്ട, അവിടെ പ്രതിസന്ധി ഉണ്ടെന്ന് നോക്കണ്ട, അവിടെ കൂർത്തുമൂർത്ത കുന്തമുണ്ടെന്ന് നോക്കണ്ട, അവിടെ മുൾക്കിരീടമുണ്ടെന്ന് നോക്കണ്ട, അവിടെ ആണിയുണ്ടെന്ന് നോക്കണ്ട. ഇതുപോലെ നിന്നെ പരിഹസിക്കുമെന്ന് നീ ചിന്തിക്കണ്ട. യേശുവിനെ ക്രൂശിച്ചതുപോലെ ഒരു പക്ഷേ നിന്നെ ക്രൂശിച്ചേക്കാം എന്നുള്ള ഭാരം നിന്റെ മനസ്സിലുണ്ടാകാം. എന്നാൽ ഡോണ്ട് വറി, യു സ്റ്റേ അറ്റ് ദ ഫീറ്റ് ഓഫ് ക്രോസ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ തന്നെ നിൽക്ക്. അല്ലേ, പത്രോസ് ഓടിപ്പോയി കേട്ടോ. ആമേൻ. മറ്റുള്ള അന്ത്രയോസ് ഓടിപ്പോയി കേട്ടോ. എല്ലാ വീരന്മാരും ഓടിപ്പോയി. അപ്പം തിന്നവരെല്ലാം ഓടിപ്പോയി. യേശു സ്നേഹിച്ചവരും യേശുവിനെ സ്നേഹിച്ചവരും യേശുവിനെ പിൻപറ്റിയവരും എല്ലാവരും ഓടി ഓടി ഓടിപ്പോയി. ഈ കഷ്ടതയിൽ കൂട്ടായ്മ വഹിക്കാതെ ഓടിപ്പോയപ്പോൾ ഒറ്റ ശിഷ്യൻ കൂടെ നിന്നു. ഒറ്റ ശിഷ്യൻ, അവനെയാണ് കർത്താവ് പിന്നീട് ഉപയോഗിക്കുവാനിടയായത്. സ്നേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുന്ന, തൻ്റെ പേര് പോലും വെളിപ്പെടുത്തി ഹല്ലേലൂയ ഒരു ഫെയിം എടുക്കുവാൻ താല്പര്യമില്ലാതിരുന്ന ആ അരുമ ശിഷ്യനായിരിക്കുന്ന യോഹന്നാനെ കൊണ്ട് ഹല്ലേലൂയ ഏഷ്യ മൈനറിനകത്ത് മുഴുവൻ അവൻ സഭകളിൽ അവൻ ശുശ്രൂഷിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ തീച്ചൂള വന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ തിളച്ച എണ്ണ വന്നപ്പോൾ യേശു അവനെ കൈവിട്ടില്ല. ആ എണ്ണയ്ക്കകത്തും യേശു ഇറങ്ങി വന്ന് അവന് വേണ്ടി നിൽക്കുവാനിടയായി. ഇന്ന് വൽക്കാലം ക്രൂശിന്റെ ചുവട്ടിൽ നിന്നാൽ അവൻ നിന്റെ ജീവിതത്തിലെ തിളച്ച എണ്ണ വരുമ്പോൾ അതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. നീ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നാൽ നിന്റെ ജീവിതത്തിലെ എണ്ണ അത് പച്ചവെള്ളമായി പോകും. അല്ലെ, നിന്റെ ഭാരം അത് പച്ചവെള്ളമായി പോകും. സ്റ്റേ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്. ഹല്ലേലൂയ. ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നാൽ നിന്റെ ഭാരങ്ങളൊക്കെ അതിന് നടുവിൽ യേശു ഇറങ്ങി വരും. യേശു ഇറങ്ങി വരും. കരമടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ ഇന്ന് വൽക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരൂ. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരൂ. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സ്റ്റേ അറ്റ് ദ ക്രോസ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന യോഹന്നാന് ഒത്തിരി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ആമേൻ. ഒരുപാട് ഭാരങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആമേൻ. അന്നത്തെ റോമൻ ചക്രവർത്തി തിളച്ച എണ്ണയിലിട്ടു. അപ്പോഴും യേശു ഒരു കാര്യം ഓർത്തു, ഇവൻ എൻ്റെ കൂടെ നിന്നവനാ, ഇവൻ എൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നവനാ. ഈ എണ്ണയ്ക്കകത്ത് ഞാൻ അവന് വേണ്ടി ഇറങ്ങി വന്നില്ലെങ്കിൽ ആരിറങ്ങി വരും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നീ നിൽക്കുന്നവനാണെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സഹോദരിയാണെങ്കിൽ, നിന്റെ തിളച്ച എണ്ണ പോലുള്ള വിഷയങ്ങളുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഒന്ന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നിന്റെ സങ്കീർണമായ വിഷയങ്ങളുടെ നടുവിൽ യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ആരും സഹായിക്കാനില്ലാതെ എല്ലാവരും നിന്നെ ആക്ഷേപിക്കുമ്പോൾ, എല്ലാവരും നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലെ പരാജയം കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ, ആ തിളച്ച എണ്ണയുടെ കലത്തിന് ചൂട്ടിൽ നിന്ന് എല്ലാവരും നിന്നെ നോക്കി പരിഹസിച്ചേക്കാം. എന്നാൽ യേശു ഇവിടെ ഇറങ്ങി വരും. Praise God. Hallelujah. 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 When you are standing at the feet of the cross, John, you cannot do much. You cannot do much.
In fact, you can't do anything there. Can you help Jesus to come out? No. Can you ask the people to stop beating him? No. Hallelujah. നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും stay at the feet of the cross. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും മൗനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിനക്ക് ആരോടും ഒന്നും പറയാൻ കഴിയത്തില്ലെങ്കിലും, നിനക്ക് യേശുവിൻ്റെ ആ കയ്യിലെ ആണിയെ ഒന്നും നിനക്ക് സഹായിക്കാൻ കഴിയത്തില്ലെങ്കിലും, നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും പ്രാർത്ഥനയോടെ നിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ, അത് യേശുവിന് ആശ്വാസമാണ്. പ്രൈസ് ഗോഡ്. നിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അത് മാത്രം മതി യേശുവിന്. ആ പ്രസൻസ് യേശുവിന് ആശ്വാസമാണ്. യേശുവിൻ്റെ കഷ്ടങ്ങൾ അവനെ വിട്ടു പോകരുത്, ഭാരങ്ങൾ നടുവിൽ അവനെ വിട്ടു പോകാതെ നിൻ്റെ പ്രസൻസ്, ഹല്ലേലൂയ, യേശുവിന് ആശ്വാസമാണ്. ഹല്ലേലൂയ. യേശു നോക്കുന്നുണ്ട്, നിനക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, സഹായിക്കാൻ കഴിയത്തില്ല. ദാറ്റ്സ് ഫൈൻ. യു സ്റ്റേ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്. You stay at the feet of the cross. Hallelujah. God will remember it. God will reward you at the right time. ദൈവം നിന്നെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മൗനമായിട്ട് നിന്ന് യേശുവിൻ്റെ മിഷനെ സപ്പോർട്ട് ചെയ്ത നിന്നെ ഉണ്ടല്ലോ, അവൻ മറക്കുന്ന ദൈവമല്ല. മൗനമായിട്ട് നിന്ന് ഇതൊക്കെ കാണുമ്പോഴും എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും ഞാൻ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ്, ആരെന്നെ ഇടിക്കട്ടെ, ആരെന്നെ പഴിക്കട്ടെ, ആരെന്നെ കുത്തട്ടെ, ഞാൻ വിട്ടു പോകത്തില്ല ഈ ക്രൂശിൽ ചുവട്ടില്ലെന്ന് പറഞ്ഞ് നീ അവിടെ തന്നെ നിന്നതിൻ്റെ പ്രതിഫലമാണ് നിന്റെ തിളച്ച എണ്ണയുടെ നടുവിൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നത്. ഇന്ന് മുൽക്കാലം യോഹന്നാനെ, നീ ഭാരപ്പെടുന്ന കാര്യമില്ല, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. സ്റ്റേ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്. ഹല്ലേലൂയ. Remember, we have a mission. Our mission is to support the mission of Christ. Our mission is to support silently, even if you cannot give much, even if you cannot help much, even if you cannot preach, even if you cannot do anything miracle, do not worry. Stay at the feet of the cross. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, അതിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. Oh
മറന്നു